പപ്പ നിന്റെ അമ്മയെ കാണിക്കാതെ വെച്ചിരുന്നതൊക്കെ. ഓ, പപ്പയ്ക്കപ്പോ അമ്മയെ പേടിയുണ്ടല്ലേ? ഭാര്യയെ പേടിക്കുന്നത് എത്ര വലിയ തെറ്റാണ്? തെറ്റൊന്നുമല്ല, പക്ഷെ ഇവിടെ ഇത് അല്പം കൂടുതലാണ്. നീയും നിമിഷം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇപ്പോഴും അവളോട് സ്നേഹവും ബഹുമാനം പേടിയൊക്കെ. ഒരു കുടുംബത്തിലെ വിജയത്തിന് അത് അത്യാവശ്യമാണ്. എനിക്ക് താഴെയുള്ള മേലുകുട്ടിയെ കെട്ടിച്ചുവിടാൻ കാശില്ലാതായപ്പോൾ എൻ്റെ പങ്കെടുത്തിയ എളുപ്പമാർഗ എന്നെക്കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കുക എന്നുള്ളത്. ആ പൊന്നും പണവും കൊടുത്ത് എനിക്ക് താഴെയുള്ള മേലുകുട്ടിയെ കെട്ടിക്കുക എന്നുള്ളത്. BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ജോലിയും കൂലിയും ഇല്ലാതെ നടന്ന ഞാൻ ആദ്യമായി കണ്ട പെണ്ണാണ് ഷെർലി. ഞാനൊരു BA കാരനാണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ അപ്പനെന്നെ ഇഷ്ടമായി. അങ്ങനെ ഈ ജോർജ് ആ ഷെർലിയുടെ കഴുത്തിൽ മിന്നി കിട്ടി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പാടെ ആ പൊന്നും പണവും എടുത്ത് എൻ്റെ അപ്പൻ മേരിക്കുട്ടിയെ കെട്ടിച്ചു വിട്ടു. ഷെർലിയുടെ സ്വർണത്തിന് പകരമായി അപ്പൻ എനിക്ക് എഴുതി തന്നാണ് ഈ സ്ഥലം. അന്നൊരു ഉപദേശവും, മോനെ ജോർജ്, 6-7 മക്കൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമൊന്നും ഇവിടെയില്ല, നീ ആ സ്ഥലത്ത് പോയിട്ടൊരു വീട് വെച്ച് താമസിച്ചോന്ന്. കല്യാണം കഴിഞ്ഞ 2 മാസം എത്തിയപ്പോ ഈ മണ്ണിലൊരു കൂര വെച്ച് ജോർജ് ഷേർലി ദമ്പതികൾ താമസം തുടങ്ങി. നാട്ടിലെ ലൈബ്രറിയിലെ ബുക്സും ഡ്രാമ ആക്ടിവിറ്റീസുമായിട്ട് നടന്നതിനാൽ ഈ ജോർജ് ഊട്ടിക്ക് ഒരു തൂമ്പ പിടിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. വെറും തരിശായി കിടന്ന ഈ മണ്ണിൽ ഞങ്ങൾ ആദ്യം കപ്പ നട്ടു. ചേനും ചേമ്പും ഒക്കെ ആയിരുന്നു ആദ്യകാലത്ത് ഞങ്ങളുടെ ആഹാരം. ജോർജിനൊരു ജോലി ആവുന്നത് വരെ ജോർജും ഷെർലിയും ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ രണ്ടെണ്ണത്തിനെയും, അതും 2 പെൺകുട്ടികളെ. ഈ പെൺകുട്ടികൾ എന്ന് പറയുമ്പോ 2 വലിയ ഇൻവെർട്ടഡ് കോമ ഉണ്ടല്ലോ പപ്പ. അങ്ങനെ പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചതും മൂത്ത മകളായ നിഷ എന്ന എന്നെ കെട്ടിച്ചു വിട്ടതും ഇതിന്റെയൊക്കെ പുറകിലെ ചാലകശക്തി ഷേർലി ജോർജ് എന്ന മഹിളാരത്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജോർജിന് ഷേർലിയെ പേടിക്കണം. പപ്പ, ഇതൊക്കെ എത്ര വട്ടാ ഞാനും നിമിഷം കേട്ടിരിക്കുന്നത്? 1-2 തവണയായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ BA സെക്കൻഡ് ക്ലാസ് എങ്ങനെയാ BA ഫസ്റ്റ് ക്ലാസ് ആയിട്ട് മാറിയത്? 2-3 മാർക്കിന് കുറവൊന്നൊരു കുറവില്ല എൻ്റെ കൊച്ചെ. ഫസ്റ്റ് ക്ലാസ്സിന്റെ തൊട്ട് താഴെ എൻ്റെ മാർക്ക്. കൊള്ളാം. ഹോ, 4-5 മാല കത്താതെ കരുതി 1500 രൂപ പോയിന്ന്. ഇപ്പം എല്ലാം കത്തി. ഈ ക്രിസ്മസിന് എത്ര കാശ് പൊടിച്ചു പപ്പ? എല്ലാം കൂടി ഒരു 5000 രൂപയായി കാണും. വെറുതെ അല്ല അമ്മയെ പേടിക്കുന്നത്. 5000 രൂപ എങ്ങാനും ചെലവായി എന്നറിഞ്ഞാ ഷേർലിമോൾ ഒരു മാസം പപ്പയ്ക്ക് കഞ്ഞി തരില്ല. ദേ, കുർബാന ഞങ്ങൾ വരുമ്പോഴേ ഇക്കാര്യം മിണ്ടിപ്പോകരുത്. മോളെ, ഒരു പീസ് കേക്കും എടുത്ത്.
വർഷം ക്രിസ്മസ് ഒന്നും ആഘോഷിക്കണമെന്ന് വിചാരിച്ചിരുന്നാ. കുടുംബ യൂണിറ്റ് പ്രാർത്ഥിക്കുക എന്നപ്പോൾ വികാരിച്ചനാ പറഞ്ഞത് ഈ വർഷമാണ് ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ടതെന്ന്. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ആൽവിൻ ഇതെല്ലാം കാണുമെന്ന് അച്ഛൻ പറഞ്ഞു. അല്ല പപ്പ, എന്തായിരുന്നു നമ്മുടെ ആൽബിന്റെ മാമോദിസ പേര്? യോഹന്നാൻ. യോഹന്നാൻ? അങ്ങനെ ഒരു പേര് നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലല്ലോ. അപ്പസ്തോല സമൂഹത്തിൽ കുഞ്ഞായിരുന്നു യോഹന്നാൻ. നിന്നെ ലേബർ റൂമിൽ കയറ്റിയ നിമിഷം തൊട്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല മോളെ. നോർമൽ ഡെലിവറി ആകേണ്ടിയിരുന്നത് സിസേറിയനായി മാറി. കുഞ്ഞിൻ്റെ ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെട്ടേക്കാമെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു. ഷെർലിയെ നിമിഷയും വാവിട്ട് കരയുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിൽ ദൈവം എനിക്ക് കാണിച്ചു തന്ന പേരാ യോഹന്നാൻ. അന്ത്യത്താഴവേളയിൽ ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്ന് ലാളനെ ഏറ്റുവാങ്ങിയവൻ യോഹന്നാൻ. മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഈ ഭൂമിയിൽ ദൈവം ആ കുഞ്ഞിനെ അനുവദിച്ച ആയുസ് 25 മിനിറ്റ് മാത്രമായിരുന്നു. അതെ പപ്പ, ആ 25 മിനിറ്റ് സമയം കൊണ്ട് ഞാനൊരു അമ്മയായി, ജോസൂട്ടി ഒരു അപ്പനായി, പപ്പ ഒരു അപ്പൂപ്പനായി. അതെ മോളെ, ആശുപത്രി വേസ്റ്റ് ബോക്സിൽ ഒരു ബയോവേസ്റ്റായി മാറേണ്ടിയിരുന്ന ഒരു കുരുന്ന് ജീവനെ നിന്റെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി. 5-8 മാസത്തോളം ആന്തരിക വളർച്ചയില്ലാത്ത, ഹൃദയമിടിപ്പ് പോലും കൃത്യതയില്ലാത്ത ആ കുഞ്ഞിനെ നീ നിന്റെ മനസ്സിലും ഉദരത്തിലും ഒരിടം കൊടുത്തു. 2ാമത്തെ സ്കാനിങ് കഴിഞ്ഞ് നീ എൻ്റെ അരികിൽ വന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ദൈവം തരുന്നത് ഏത് രീതിയിലാണോ അതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുന്നു. ആണാണെങ്കിൽ ആൽബിൻ എന്നും പെൺകുട്ടിയാണെങ്കിൽ അൽഫോൺസ് എന്നും പേരിടണമെന്ന് കരുതിയത്. മോളെ, കരയരുത്. നിന്റെ സങ്കടം വലുതാണെന്ന് ഈ പപ്പയ്ക്കറിയാം. അതല്പം കുറയ്ക്കാൻ വേണ്ടിയാ അമ്മയും നിമിഷയും പാതൃ കുർബാനയ്ക്ക് പറഞ്ഞു വിട്ട് പപ്പ നിനക്ക് കൂട്ടിരുന്നതും എന്നെയും വിളിച്ചിരുത്തി ഈ മാലോർമ്മകൾ ശരിയാക്കി. ഇല്ല പപ്പ, ഇനി ഞാൻ കരയില്ല. 8ാമത്തെ ആഴ്ചയിൽ തന്നെ നമ്മൾ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു ആൽബിനെ കിട്ടുമായിരുന്നില്ലല്ലോ പപ്പ. ജനിച്ചയുടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മാലാഖമാരായി മാറുമെന്ന എങ്കിൽ നീ എന്നൊരു മാലാഖയുടെ അമ്മയാ. നിഷ, നിനക്ക് ചുറ്റും പൊള്ളുന്ന വേര് പരക്കുമ്പോൾ ഒരു മാലാഖയെ അവൻ നിന്റെ അരികിലെത്തും. സങ്കടത്തിൻ്റെ ഒരു കടൽ നിനക്ക് നേരെ ഇരമ്പിയാർത്തെത്തുമ്പോൾ ആ തിരമാലകൾക്ക് മേലെ ഒരു തോണിയുമായി അവനെത്തും, നമ്മുടെ ആൽബിൻ. പപ്പ, നിങ്ങൾ മമ്മിയെ കിട്ടിയിരുന്നില്ലെങ്കിൽ ഒരു കവി എഴുത്തുകാരനായി മാറിയനെ. മോളെ കളിയാക്കല്ലേ, ഞാനേ പഴയ BA ഫസ്റ്റ് ക്ലാസ്സുകാരനാ. 2nd ക്ലാസ്. പപ്പയുടെ പുൽക്കൂട് ജോസൂട്ടിക്ക് കാണണമെന്ന്. മോളെ തുടങ്ങിയോ? ഇല്ല. പപ്പ, ഇവിടെ നിക്ക്. നമ്മുടെ ക്രിബും ക്രിബുണ്ടാക്കിയ ആളെയും ഗൾഫുകാരൊക്കെ ഒന്ന് കാണട്ടെ. ഇതെന്താ പപ്പ, ഒരുമാതിരി LKG പിള്ളേരെ പോലെ.
സുരേഷേട്ടൻ എന്താ സുരേഷ്? എന്താ എന്താ ഈ രാത്രിയില്? ജോർജേട്ടന്റെ പുൽക്കൂട് അടിപൊളിയാന്ന് പിള്ളേര് പറഞ്ഞു. ഒന്ന് കണ്ടുകളയെന്ന് കരുതിയാ. അല്ല ജോർജേട്ടാ, നിങ്ങളുടെ സന്തോഷത്തിനിടയിലേക്ക് ഞാൻ കയറി വന്നത് നിങ്ങൾക്കൊരു ശല്യമായോ? ഹേയ്, നിന്റെ വരവ് ഞങ്ങൾക്കൊരു ശല്യോ? സുരേഷേ, നീ വന്ന കാര്യം പറ. നീ എന്താ ഈ രാത്രിയിൽ വന്നിരിക്കുന്നത്? ഞാനേ പുതിയ വീട്ടിലേക്ക് താമസം മാറുക. ഓ, അങ്ങനെ വരട്ടെ. ഒരു കാര്യമില്ലാതെ ഈ നട്ടപ്പാതിരയ്ക്ക് നീ ഇതുവഴി വരില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? വാ, നമുക്കകത്ത് കയറിയിരിക്കാം. ഈ കുറി അങ്ങ് പിടിച്ചേ. എന്നിട്ട് എല്ലാവരെയും കൂട്ടി 1-ാം തീയതി ജോർജേട്ടൻ അങ്ങ് വന്നാൽ മതി. സുരേഷ്, ഒരു ഹൗസ് വാമിനെ ക്ഷണിക്കേണ്ടത് വീടിനകത്ത് വന്നിട്ടാ, അല്ലാതെ മുറ്റത്ത് നിന്നിട്ടല്ല. സുരേഷ്, ഇന്ന് ക്രിസ്മസാ. ഒരു പീസ് കേക്ക് കഴിക്കാതെ നിന്നെന്ന് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ എന്നെ ആകെ ഇടങ്ങാറാക്കിയല്ലോ ജോർജേട്ടാ. അപ്പൊ ഏതായാലും കേക്കിൽ മാത്രം ഒതുക്കണ്ട. ഓ, ഒരു കട്ടൻ കൂടി ആവാം. എന്നാ വാ വാ. അല്ല സുരേഷ്, വീടൊക്കെ എങ്ങനെ? ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ആ ഉണ്ട്. ഇതാ ഇത്. ആഹാ, കൊള്ളാലോ. വീട് കലക്കിയിട്ടുണ്ട്. എത്രയായി? എന്റെ ജോർജേട്ടാ, അത് ഓർക്കുമ്പോ ഉള്ളിലൊരു ആദ്യ. എന്തായാലും 50-ന് മേലെയായി. ഓ, വീട് ഉഗ്രനായിട്ടുണ്ട്. ആരാ ഇത് ഡിസൈൻ ചെയ്തത്? ഇത് ടൗണിലുള്ളൊരു കമ്പനിയാ. പേരെനിക്ക് അങ്ങ് ഓർമ്മ വരുന്നില്ല. ആ, ജോർജേട്ടാ, ഈ വീടിന്റെ പ്ലാൻ വരപ്പിച്ചതും പണി നടത്തിപ്പിച്ചതും എല്ലാം ഭാര്യ. ആ മോളെ നിമിഷേ, രാവിലെ 9:30 ഹോമം തുടങ്ങും. അവിടുന്ന് എല്ലാവർക്കും ചെറിയൊരു സദ്യയും കഴിച്ചു മടങ്ങാം. അപ്പൊ എല്ലാവരും വരണം. ദേ, നിഷയും നിമിഷയും ജോർജേട്ടനും ചേച്ചിയും എല്ലാവരും വരണം. നമ്മൾ തൊട്ട അയൽവക്കക്കാരാ, അത് ഓർമ്മ വേണം. ദേ, ഞങ്ങളൊക്കെ ഉണ്ടാവും. ഇവൾക്കൊരു സർജറി കഴിഞ്ഞതുകൊണ്ട് നിഷയെ നീ പ്രതീക്ഷിക്കണ്ട. ഓ ജോർജേട്ടാ, ഞാനത് മറന്നു. ഞാൻ രാവിലെ തന്നെ കടയിലേക്ക് പോകുമെങ്കിലും നാട്ടുവിശേഷങ്ങളൊക്കെ ഭാര്യ പറയാറുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിഷേ, ഇപ്പൊ സുഖായോ? ജോസൂട്ടി എന്തു പറയുന്നു? വിളിക്കാറുണ്ടോ? ഉവ്, അല്പസമയം മുമ്പ് വിളിച്ചിരുന്നു. ആളിപ്പോ എവിടെയാണ്? ഖത്തറിലോ ബഹ്റിനിലോ? ബഹ്റിനിലാണ്. ആള് വരാറായോ? ഇവളുടെ ഡെലിവറിയുടെ സമയത്ത് എത്താനിരുന്നതാ. ലീവിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം. എന്തായാലും ജനുവരിയിലെത്തും. ദേ നിഷേ, അവൻ വരുമ്പോഴേ അധികം തുണിയൊന്നും കെട്ടിപ്പേറി വരണ്ടെന്ന് പറയണം. എല്ലാം നമ്മുടെ കടയിലുണ്ട്. എൻ്റെ സുരേഷ്, ഈ നട്ടപ്പാതിരയ്ക്ക് തന്നെ വേണോ ക്യാൻവാസിങ്? എന്താ ജോർജേട്ടാ, ജീവിതല്ലേ. ദേ, കേക്ക് നിന്നു ചായയും കുടിച്ചു. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. അപ്പോ രാത്രി യാത്രയില്ല. ശരി. ക്രിസ്മസ് ആയടാ. ക്രിസ്തു ജനിച്ചിരിക്കുന്നു. മോളെ, നീ ആ ഉണ്ണീശയെ കൊണ്ടുപോ. മോളെ, ആശുപത്രി വരാനോ നിന്നെ ഒന്ന് കാണാനോ എനിക്ക് സാധിച്ചില്ല. ജീവിതത്തിൽ ഇല്ലാത്ത തിരക്കുണ്ടാക്കി നടക്കുന്നവരാ ഞങ്ങൾ കച്ചവടക്കാര്. അതിനിടയിൽ
ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടുപോകും. മോളെ, നീ നിന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നത് പുതിയൊരു മാതൃകയാണ്. ആയുസ് വെച്ച് നീട്ടിത്തരുന്നത് ഈശ്വരനാണെങ്കിൽ അതെടുക്കാനും അവന് മാത്രമേ അവകാശമുള്ളൂ എന്ന സത്യം നീ ജീവിതത്തിലൂടെ കാട്ടിത്തന്നു. ദാ, ഇതെൻ്റെ ഒരു സമ്മാനമാണ്. മോളിത് പിടിച്ച്. ദേ മോളെ, ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. മർച്ചന്റ് അസോസിയേഷന്റെ ഈ വർഷത്തെ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം പ്രളയം കാരണം ഒഴിവാക്കി. പകരം ക്രിസ്മസിന്റെ തലേന്ന് ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് മാത്രം. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഇത്. അപ്പൊ ശരി, ഞാൻ പോട്ടെ. സുരേഷേ, അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ബ്രെയിനിന്റെ വളർച്ചയില്ലെങ്കിലും ഹാർട്ട് ബീറ്റ് കൃത്യമില്ലെങ്കിലും ജീവനോടെ നമ്മുടെ ആൽബിനെ തന്നിരുന്നെങ്കിൽ ഞാൻ അവന് പൊന്നു പോലെ നോക്കായിരുന്നല്ലോ പപ്പ. നിന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയപ്പോ ഈ പപ്പ പ്രാർത്ഥിച്ചിരുന്നത് ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മുടെ കുഞ്ഞിന് ജീവൻ ഉണ്ടാകണേ എന്ന ആ പ്രാർത്ഥന ഈശോ കേട്ടു. അതുകൊണ്ടാണല്ലോ അവന് മാമോദിസ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. എന്നാലും നമ്മുടെ ആൽബിനെ ഒരു നോക്ക് കാണാനോ ഒന്ന് വാരിയെടുത്ത് ഉമ്മ കൊടുക്കാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇവിടെ ആരോ ഉണ്ട് പപ്പ. നമ്മൾ രണ്ടുപേരല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? പപ്പ, ഇവിടെ ആരോ നിൽപ്പുണ്ട്. എൻ്റെ മനസ്സിനോട് ഒരു കുഞ്ഞു ഹൃദയം അവന് മാത്രം അറിയാവുന്ന ഭാഷയിൽ എന്തോ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ദാ, നമ്മൾ രണ്ടുപേരല്ലാതെ ഇവിടെ ഈ കവർ മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരല്ലാതെ ഒരാൾ കൂടി ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ദേ, അതിതാണ്. ദൈവം അമ്മയ്ക്ക് നൽകിയ ഒരു സമ്മാനമായിരുന്നു ഞാൻ. എൻ്റെ ജനനത്തിന് വേണ്ടി ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്തില്ലേ എൻ്റെ മമ്മി. ഈ ഭൂമിയിൽ വന്ന് പിറക്കാൻ എനിക്കൊരു അവസരം തന്നതിന് താങ്ക് യു മമ്മി.